ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് നോക്കുന്നത്. ആദ്യമേ ഞാൻ നെക്കിനുള്ള മോഡൽ ഇതുപോലെ ഒരു പേപ്പറല്ല, ഇത് നമ്മൾ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ കവർ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിലാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നെക്കിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പീസാണ് കേട്ടോ നമ്മൾ നെക്കിന് കൊടുക്കുന്നത്. ഈ ഒരു മെറ്റീരിയലാണ് വൈറ്റിൽ ഇങ്ങനെ ഡോട്ട്സ് വരുന്ന, അങ്ങനെ ഹോൾസ് വരുന്ന ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ കട്ടിംഗ് ഒക്കെ നോക്കാം. നെക്ക് തയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് നടുമടക്കി കൊടുക്കുക. നടുമടക്കി കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു പീസിൽ, അതായത് ആ ടെക്സ്റ്റൈൽസ് നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സഞ്ചി, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതുപോലെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെക്കിൻ്റെ ഡിസൈൻ ഇതുപോലെ നമ്മൾ ഏത് മെറ്റീരിയലാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കതൊന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അതേ ഇതിൽ വരച്ചെടുക്കുന്നില്ല, കുറച്ച് വിട്ടിട്ടാണ് വരച്ചെടുക്കുന്നത്. കാരണം നമുക്കൊരിത്തിരി നമുക്ക് മടക്കി ചുറ്റുഭാഗവും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാണ്ട്, അപ്പോൾ അതിനുള്ള തുമ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അത് വരച്ചെടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ തെന്നി പോകുന്നുണ്ട്. അപ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ നല്ല കളറിലാണ് ഞാൻ നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മളിതിലൊരു ചെറിയ ഡിസൈൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല കളറിലാണ് കേട്ടോ ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ കളറ് സാവധാനം പോകുന്നതായിരിക്കും. നമ്മളൊന്ന് ഒറ്റ കഴുകൽ അല്ലെങ്കിൽ ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തുണ്ടെച്ചെങ്കിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയലാണോ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് വേണ്ടി റൗണ്ട് നെക്ക് കഴുത്താണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആ റൗണ്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതിന് പകരം അതിൻ്റെ ഇറക്കം എത്രയാണോ ആ ഇറക്കം മാത്രം അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളതിൻ്റെ വീതിയും നീളം, ഇറക്കത്തിൻ്റെ വീതിയും നീളം ഉണ്ടാവില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആ നെക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. നമ്മൾ ആ മെറ്റീരിയലിൻ്റെ 3 സൈഡും നല്ല വൃത്തിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തത് ഒരു ഭാഗത്തെ ഒരു നെക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ നെക്ക് ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് തുണിയൊക്കെ മടക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഇതിലിങ്ങനെ കാണുന്നുണ്ടല്ലേ, അതിന് ഉള്ളിലുള്ള ആ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇനി തുണി നിവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ ഭാഗം നമുക്ക് കാണും. അപ്പോൾ അത് അവിടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് തന്നെ അപ്പോൾ കിട്ടും. അപ്പം ഇനി അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മെറ്റീരിയലിൽ അതിൻ്റെ കഴുത്തിൻ്റെ മോഡൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ക്യാൻവാസ് ഉണ്ടല്ലോ, ആ ക്യാൻവാസിൻ്റെ മുകളിൽ നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ആ ക്യാൻവാസ് നന്നായി ഉറച്ച് നിൽക്കും. ഇനി നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ക്യാൻവാസും ആ ഒരു കഴുത്തിനെടുത്ത മെറ്റീരിയലും നമ്മൾ നന്നായി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് അതിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതിൽ ചെറുതായിട്ടൊരു ത്രെഡ് വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അതിൻ്റെ ഡിസൈൻസ് തോന്നുന്നത് അതുപോലെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാവും. അപ്പം ഞാൻ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഫ്രഞ്ച് നോട്ട് ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഡിസൈൻ കൊടുക്കുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എവിടെയൊക്കെ കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അത് ചെയ്തെടുക്കാനുള്ള ത്രെഡ്സ് നോക്കാം. ഞാൻ വൈറ്റും ഗ്രീനും ത്രെഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് കളർ പോകുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, വൈറ്റിലൊക്കെ ഇതുപോലെ കൊടുക്കുമ്പോൾ മറ്റുള്ള കളേഴ്സൊക്കെ കൊടുക്കുമ്പോൾ കളർ ഇളകി പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ കളറൊന്നും പോകുന്നില്ല, കളറൊന്നും പിടിക്കുന്നില്ല. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് ഈ രണ്ട് നൂലും കൂടെ ഒരുമിച്ചാണ് ഞാനിതിന് ഡിസൈൻ കൊടുക്കുന്നത്, ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ എംബ്രോയ്ഡറി നീഡിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ റിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിങ് എടുത്തിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ വൃത്തിയിൽ നമുക്ക് വരും, അല്ലാതെ ചെയ്യുമ്പോൾ അത്ര ഒരു നീറ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എംബ്രോയ്ഡറി നീഡിലുണ്ടല്ലോ അതിൽ നമുക്ക് ഈ രണ്ട് നൂലും കൂടിയിട്ട് ഒരുമിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഗ്രീനും വൈറ്റും കൂടി ഒരുമിച്ചാണ് കൊടുക്കുന്നത്.
ഞാൻ ആദ്യം 2 ത്രെഡും ഒരേ നീളത്തിലെടുക്കുകയാണ്. ഒരേ നീളത്തിലെടുത്തിട്ട് രണ്ടും കൂടിയിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് രണ്ടും കൂടെ ഒന്ന് തിരിച്ച് കൊടുക്കുക. തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഇങ്ങനെ തിരിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 2 നൂലും ഒരുമിച്ച് ഇതുപോലെ നീഡിൽ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ അതിനൊരു കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ എംബ്രോയ്ഡറി റിംഗ് ഉണ്ടല്ലോ, ഈ ഒരു റിംഗ് കൂടെ ഇട്ടിട്ട് തുണി നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് 2-3 എണ്ണമാണ് ഞാൻ കാണിക്കുന്നുള്ളൂ. ഫുള്ള് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. നമ്മളിപ്പോൾ നീഡിൽ 3 തവണ ഈ ഒരു ത്രെഡ് ചുറ്റി കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. എനിക്കിതൊക്കെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് നമ്മളിത് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്കിത് എളുപ്പമായിട്ട് തോന്നും. പതുക്കെ ഒന്ന് അങ്ങനെ കുത്തി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് താഴേക്ക് വലിച്ചെടുത്തെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 3 ഡോട്ട്സ് ഒരുമിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 3 എണ്ണം ഒരുമിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു വൈറ്റ് ഇതിൽ കൊടുക്കുമ്പോൾ അത്രയൊരു ഭംഗി കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു മെറ്റീരിയലും ഇതേ ഒരു കളറിലാണ് വരുന്നത്. അതായത് ഒരു വൈറ്റും ഗ്രീനിലുമാണ് വരുന്നത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കളറിലും അതിൽ വരുന്ന ഡിസൈനിലൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ നമ്മളെല്ലാവരും ഒട്ടുമിക്ക ആളുകളും ഈ കഴുത്തിൻ്റെ ഡിസൈൻ മിക്കവാറും ആളുകളുടെ നൈറ്റിക്കൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഒരു ചേഞ്ചും അതിലൊന്നും കൊണ്ടുവരില്ല. അപ്പം നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളാണ്, പുറത്തൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിലും ശരി, നമ്മുടെ നൈറ്റീസ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും എപ്പോഴും ഒരേ ഡിസൈനും ഒരേ തന്നെ കൊടുക്കാതെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ഡിസൈനൊക്കെ കൊടുക്കുക. പിന്നെ വീട്ടിൽ നിന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എനിക്കുള്ളൊരു നൈറ്റിയാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത്. പക്ഷെ ഞാനത് ഇട്ട് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലെ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് ചെയ്ത് കൊടുത്തു. എനിക്കിന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നൈറ്റീസ് തയ്ച്ചിട്ടാണ് എനിക്ക് നല്ല എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കുക. അപ്പോൾ എന്തായാലും ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന നെക്ക് ഡിസൈൻസ് ആണ് ഇതൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ എത്രയാണോ നമ്മളൊരു നൈറ്റി തയ്ച്ചു കൊടുത്തെന്ന് വെച്ചെങ്കിൽ മേടിക്കുന്നത്, അതിനേക്കാൾ എമൗണ്ട് കൂടുതലായിട്ട് നമുക്ക് മേടിക്കാനും പറ്റും. നമുക്കിതൊരു ഏണിങ്സ് ആവും ചെയ്യും. ഇന്നൊക്കെ ഏതൊരു ഡിസൈൻ കിട്ടാനും നമുക്ക് വളരെ എളുപ്പമാണല്ലേ. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിനൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നല്ല ഡിസൈൻസൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നല്ലൊരു വരുമാനം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഏത് വീട്ടമ്മമാർക്കും വീട്ടിലൊരു തയ്യൽ മെഷീനും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് അറിഞ്ഞാലും മതി. പിന്നെ കുറച്ച് സമയം കൂടി മാറ്റി വെച്ചാൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതിലൂടെ കേട്ടോ. ഫൈനലി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ വൈറ്റ് കളർ ത്രെഡ് കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, നെക്ക് ഭാഗം ഒഴിച്ച് ബാക്കി 3 സൈഡും ഇതുപോലെ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ഗ്രീൻ ലൈസ് ഞാൻ വെച്ച് കൊടുത്ത് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഇത്തരം ലൈസുകളെല്ലാം നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്ന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാവണമെന്നില്ല, അവിടെ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ ലൈസുകൾ കാണാം. അപ്പോൾ നമുക്ക് ഏതാണോ മാച്ച് തോന്നുന്നത് അങ്ങനെയുള്ള ലൈസുകളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ മെറ്റീരിയലിൻ്റെ 3 വശം ഇതുപോലെ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരും. ഇനി നമുക്ക് ഇതിൻ്റെ 3 വശത്തും ഇതേ മടക്കി തയ്ച്ചിട്ടില്ലേ, അതിൻ്റെ ആ 3 വശത്തും നമുക്കിതുപോലെ ഈ ഒരു ലേസും കൂടെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ 3 വശത്തും നമ്മൾ ഈ ലേസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു നെക്കിൻ്റെ ഡിസൈനായിട്ട് വരുന്നത്. ഇനി നമുക്കതിൻ്റെ നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ആ നെക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, റൗണ്ട് നെക്ക് ഉണ്ടല്ലോ, നമുക്ക് അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നെക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു മാർക്കിലൂടെ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു വൃത്തി തോന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു മാർക്കിലൂടെ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കണം.
അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഫൈനലി ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്കിതുപോലൊക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെന്ന് വെച്ചാൽ വളരെ മനോഹരമാവും കേട്ടോ. എല്ലായ്പ്പോഴും ഒരേ മോഡലിൽ തന്നെ നമ്മളിങ്ങനെ ഇടുമ്പോൾ അതിനൊരു ഭംഗിയില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ മെറ്റീരിയൽ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു നെക്ക് ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിലിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഫ്രോക്ക് മോഡലൊരു നൈറ്റിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടുള്ളൊരു വീഡിയോ മറ്റൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.